ദക്ഷയാഗം നടന്നുവെന്ന് പുരാണത്തിൽ പറയുന്ന സ്ഥലമാണ് കൊട്ടിയൂരെന്നാണ് ഒരു വിശ്വാസം. വൈശാഖോത്സവ നാളിൽ ദക്ഷൻ്റെ യാഗശാലയ്ക്ക് സമാനമായ ഓലപ്പുരകളാണ് അക്കരെ കൊട്ടിയൂരിൽ നിർമ്മിക്കുന്നത്. ഒരു വൈശാഖ നാളിലായിരുന്നു ദക്ഷന്റെ യാഗം. പിതാവ് നടത്തുന്ന യാഗത്തിന് തന്നെയും ഭർത്താവ് പരമശിവനെയും ക്ഷണിക്കാത്ത കാരണമറിയാൻ സതീദേവി കൊട്ടിയൂരിലെത്തിയെന്നാണ് വിശ്വാസം. പിതാവ് അവഹേളിച്ചതിൽ മനംനൊന്ത് സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കിയെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. കോപാകുലനായ ശിവൻ യാഗശാലയെത്തി ദക്ഷനെ വധിച്ചുവെന്നാണ് ഐതിഹ്യം. ആ യാഗം മുടങ്ങിയ അവസ്ഥ കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ മുഴുവനും ശൈവകോപം ആളിക്കത്തി എന്നാണ് നമ്മുടെ അറിവ്. ആ അവസ്ഥയിൽ നിന്ന് ശ്രീമഹാദേവനെ സ്വാന്തനാക്കാനാണ് ഇവിടെയും ഈ യാഗത്തിൻ്റെ രൂപത്തിൽ 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വൈശാഖോത്സവം. മഹർഷിമാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി. കൊട്ടിയൂരിലെ ഐതിഹ്യ കഥകളിൽ പ്രധാനി ദക്ഷനാണെങ്കിലും പരമശിവൻ തന്നെയാണ് പ്രതിഷ്ഠ. ഉത്സവനാളിൽ ഇക്കരെ കൊട്ടിയൂരിൽ ഭക്തർക്ക് ദർശനം ഉണ്ടാകാറില്ല. ഉത്സവം കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷം അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനവും ഉണ്ടാകാറില്ല. അമൃത ന്യൂസ്, കൊട്ടിയൂർ.